ഇന്നത്തെ എപ്പിസോഡിൽ ടീച്ചറമ്മയുടെ വീട്ടിലെ കല്യാണ വിശേഷങ്ങളാണ്. കല്യാണ തലേന്നായിട്ടും അടുക്കളയിൽ പണിയെടുത്തോണ്ടിരിക്കുന്ന വീണയെ അണിഞ്ഞൊരുങ്ങി അങ്ങോട്ട് വരുന്ന രാധയും രേണുവും കൂടി ഉപദേശിക്കുന്നുണ്ട്. അങ്ങോട്ട് വരുന്ന കനിയാണേൽ ഇതിനെ ചോദ്യം ചെയ്യുന്നുണ്ട്. കല്യാണം കഴിഞ്ഞ് വേറൊരു വീട്ടിൽ പോകാൻ നിൽക്കുന്ന വീണയോട് ഇങ്ങനെ പറയാൻ പാടുണ്ടോ? ഇനി വല്ലപ്പോഴും വരുന്ന അതിഥി മാത്രമാണ് വീണ, അവളോട് കുറച്ച് മര്യാദയൊക്കെ ആവാം. രാധജിക്ക് വേറെന്തോ ഫ്രസ്ട്രേഷനാ, അത് മറ്റുള്ളവരുടെ തലയിൽ കൊണ്ടിടാൻ നോക്കരുത് എന്നൊക്കെ കനി പറയുമ്പോൾ, നീ ഞങ്ങളുടെ കുടുംബത്തിൽ ഇടപെടണ്ട, അതിനുള്ള അവകാശമൊന്നും നിനക്കില്ല എന്ന് രാധ ഒച്ച വയ്ക്കുക. അങ്ങനെ പറഞ്ഞൊന്നും എൻ്റെ വായടയ്ക്കാമെന്ന് ആരും വിചാരിക്കേണ്ട, എൻ്റെ അവകാശങ്ങളെക്കുറിച്ച് എനിക്ക് നല്ല ബോധ്യമുണ്ട് എന്നൊക്കെ അവർ തർക്കിക്കണ കേട്ട് ലില്ലിമാമി വന്ന് അവരെ വഴക്ക് പറയുക. എല്ലാവരും അവരവരുടെ കാര്യം നോക്കി പോവാൻ നോക്ക്, ഇനി ആളുകളൊക്കെ കയറി വരാൻ തുടങ്ങുന്ന സമയാ, മിണ്ടാതെ പോ എന്ന് ദേഷ്യത്തോടെ ഒച്ച വയ്ക്കുമ്പോൾ രാധയും രേണുവും കനിയും കൂടി അവിടുന്ന് പോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് ഹൽദി ആഘോഷത്തിന് റെഡിയായി നമ്മുടെ ജോൺ ടീച്ചറമ്മയുടെ തളത്തിലെ കൈവരിയിലിരിക്കുക. കൂടെ തന്നെ കല്ലുവിനെ മെഹന്തി ഇട്ടുകൊണ്ട് കനിയും അവിടെ ഇരിപ്പുണ്ട്. നമ്മുടെ മേരിക്കുട്ടി ടീച്ചറാണെങ്കിൽ മഞ്ഞ സാരിയൊക്കെ കൊടുത്ത് അവിടെയുള്ള ഡൈനിങ് ടേബിളിൽ ഇരിപ്പുണ്ട്. അപ്പോഴാണ് അങ്ങോട്ട് മഞ്ഞ കുർത്തയും കയ്യിൽ വീണയ്ക്ക് കൊടുക്കാനുള്ള സാരിയും ഒക്കെയായി മിഥുൻ സാർ വരുന്നത്. ഞാൻ കുഞ്ഞെ വിളിച്ചോണ്ട് വരാമെന്നും പറഞ്ഞ് കല്ലു എഴുന്നേറ്റ് പോകുമ്പോൾ നിങ്ങളുടെ പണി മുടങ്ങിയോ എന്ന് മിഥുൻ സാർ ചോദിക്കുന്നുണ്ട്. ഇത് കേൾക്കുന്ന ജോൺ കല്ലുവിൻ്റെ കയ്യിലെ കനിക താജ്മഹൽ പണിതുകൊണ്ടിരിക്കുകയായിരുന്നു. ജോണേട്ടാ, നിങ്ങൾ എന്നെ ട്രോൾ ചെയ്താണോ? ഞാൻ നല്ലൊരു ആർട്ടിസ്റ്റും കൂടെയാണ് കേട്ടോ എന്ന് കനി പറയുമ്പോൾ, ആർട്ടിസ്റ്റും കൂടി? അപ്പോൾ വേറെന്തൊക്കെയാ കയ്യിലുള്ളത് എന്ന് ജോണും ചോദിക്കുന്നുണ്ട്. നിങ്ങൾക്ക് അറിയാവുന്നതാണെങ്കിൽ റൈഡർ, മൗണ്ടനർ, ടോയ്ലറ്റ് ഫിലോസഫർ, അങ്ങനെ കുറേയുണ്ട്. പതിയെ പതിയെ റിവീൽ ചെയ്യാം. ടോയ്ലറ്റ് ഫിലോസഫർ അത് കലക്കിയെന്ന് മിഥുൻ സാർ പറയുമ്പോഴേക്കും വീണയും കൊണ്ട് കല്ലു അങ്ങോട്ട് വരിക. വീണയോടപ്പോൾ മേരിക്കുട്ടി ടീച്ചർ മിഥുൻ സാറിനെ നീനയോടുള്ള സ്നേഹത്തെപ്പറ്റി പറയുന്നുണ്ട്. കെട്ടിയന്മാരായ ഇങ്ങനെ വേണം. നീനയ്ക്ക് ഡോക്ടർ റെസ്റ്റ് പറഞ്ഞതിന് ശേഷം മിഥുൻ സാറ് നീനയുടെ അടുത്തുനിന്ന് മാറിയിട്ടേ ഇല്ല എന്ന് മേരിക്കുട്ടി ടീച്ചർ പറയുമ്പോൾ വീണ കളിയാക്കി ചിരിക്കുന്നുണ്ട്. സാർ അതൊരു അവസരമായി എടുത്തെന്നാണ് എനിക്ക് തോന്നുന്നതെന്ന് കനി പറയുമ്പോൾ, കല്യാണ വീടെന്ന് വെച്ചാൽ ഞാൻ കയറിയത്, ഇതിപ്പോൾ അതിർത്തി ഗ്രാമം പോലെ നിരന്തരം ഷെല്ലിംഗ് ആണല്ലോ എന്ന് മിഥുൻ സാർ ചിരിച്ചോണ്ട് പറയുമ്പോൾ, യുദ്ധഭൂമിയിലെ പുതിയ പഠനമായിട്ട് സാർ ധൈര്യമായി അങ്ങ് നിൽക്കണം എന്ന് കനി കൗണ്ടർ അടിക്കുമ്പോൾ, ഇടിക്കാൻ ഇനിയൊന്നും മിണ്ടാതിരിക്കേ എന്ന് വീണ പറയണ കേട്ട്, നീ പൊടി, എൻ്റെ വായൊന്നും അടയില്ല എന്നും പറഞ്ഞുകൊണ്ട് കനി കല്ലുവിനെ മൈലാഞ്ചിയുടെ തുടരുക. അപ്പോഴേക്കും മിഥുൻ സാർ താൻ കൊണ്ടുവന്ന സാരി എടുത്ത് വീണയ്ക്ക് കൊടുക്കുന്നുണ്ട്. വീണയാണെങ്കിൽ സന്തോഷത്തോടെ അത് വാങ്ങി, ഒത്തിരി സന്തോഷം സാറേ, നന്നായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മേരിക്കുട്ടി ടീച്ചർക്കും കാണിച്ചു കൊടുക്കുക. സാരി സൂപ്പറാണല്ലോ, നല്ല കളറാ എന്ന് മേരിക്കുട്ടി ടീച്ചറും അഭിനന്ദിക്കുന്നുണ്ട്. എന്നിട്ട് വീണയോടായി ഞാനേ മിഥുൻ സാറിൻ്റെയും നീന ടീച്ചറുടെയും പഴയ കാര്യങ്ങളൊക്കെ ഒന്ന് ആലോചിക്കുമ്പോൾ അറിയാതെ അങ്ങ് ചിരിച്ചു പോവും. നിങ്ങൾ ഒന്നിച്ച് ജീവിച്ചാൽ നന്നാവില്ലേ എന്ന് ചോദിച്ചാൽ ഞാനും സരസ്വതിയും മോശക്കാരായി. അന്ന് രണ്ടും സൗഹൃദത്തിനപ്പുറം ഒരു പരിപാടിക്കും തയ്യാറല്ലായിരുന്നു. പറഞ്ഞ ഞങ്ങളാണേൽ അവസാനം പറഞ്ഞല്ലോ എന്നായിപ്പോയി. എന്നിട്ട് ഇപ്പോൾ എന്തായി എന്ന് മേരിക്കുട്ടി ടീച്ചർ ചോദിക്കുമ്പോൾ, എൻ്റെ പൊന്നു ടീച്ചറെ, അതെല്ലാം വിടെന്ന് മിഥുൻ സാറും പറയുക. അപ്പോഴേക്കും വീണ വീഡിയോ കോൾ വിളിച്ച് നീന ഇതൊന്ന് കാണിക്കട്ടെ എന്ന് പറഞ്ഞ് കനിയും കൊണ്ട് അകത്തോട്ട് പോവുക. നീന കോൾ എടുക്കുമ്പോൾ, എടി വെള്ളപ്പാറ്റെ, മിഥുൻ സാർ നല്ല അടിപൊളി സാരിയായിട്ട് എത്തിയിട്ടുണ്ട്, സാരി എല്ലാവർക്കും വലിയ ഇഷ്ടമായിടി എന്ന് വീണ പറയണ കേട്ട്, നിനക്കത് നന്നായി ചേരുമെന്ന് നീന പറയുക. വീണയുടെയും കനിയുടെയും കൂടെ മിഥുൻ സാറും ഉണ്ടേ. സാരി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് പറയുമ്പോൾ മിഥുൻ സാറിൻ്റെ സെലക്ഷൻ ഒട്ടും മോശമാവില്ലെന്ന് കൗണ്ടർ അടിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്. നിന്റെ പഴയ കൗണ്ടർ പണിയൊക്കെ ഇവിടെ എന്ന് വീണ ചോദിക്കുമ്പോൾ, പൂർവാധിക ശക്തിയോടെ ഞാൻ തിരിച്ചു വരും, നീ നോക്കിക്കോ എന്ന് നീനയും പറയുന്നുണ്ട്. വീണയപ്പോൾ അവളുടെ സുഖവിവരങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ട്. പിന്നീട് കനിയും വീഡിയോ കോളിൽ വന്ന് സുഖവിവരങ്ങളൊക്കെ തിരക്കുന്നുണ്ട്. അടിപൊളിയായിട്ടിരിക്കുന്നു, പോകുന്ന വഴി ഞാൻ അതിലെ വരാമെന്ന് കനിയും പറയുക. ആളുകളൊക്കെ വരാൻ തുടങ്ങി, ഞാൻ ഈ സാരി ഉടുത്തിട്ട് വിളിക്കാമെന്ന് പറഞ്ഞ് വീണ കോൾ വയ്ക്കുന്നുണ്ട്. നമ്മുടെ ടീച്ചറമ്മയപ്പോൾ കുഞ്ഞിയുടെ കല്യാണമായിട്ടും പുറത്തിറങ്ങാൻ പറ്റാത്ത വിഷമത്തിൽ സങ്കടത്തോടെ കട്ടിലിൽ ഓരോന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക. കുറച്ചു കഴിയുമ്പോൾ നീനയ്ക്ക് വീണ്ടും വീഡിയോ കോൾ വരുന്നുണ്ട്. ടീച്ചറെ, വീണ ഇതാ പുതിയ രൂപത്തിലും ഭാവത്തിലും കാണണ്ടേ എന്നും പറഞ്ഞുകൊണ്ട് മിഥുൻ സാർ കൊണ്ടുവന്ന സാരി ഉടുത്ത് സുന്ദരിയായ വീണയെ കാണിക്കുക. ഒരു പിങ്ക് കളർ ബ്ലൗസും ഓറഞ്ച് പട്ടുസാരിയുമായിരുന്നു വീണയുടെ വേഷം. എങ്ങനെയുണ്ടെന്ന് വീണ ചോദിക്കുമ്പോൾ, സൂപ്പർ ആയിട്ടുണ്ട്, നിനക്ക് നന്നായിട്ട് ചേരുന്നുണ്ട് ഈ സാരി, നല്ല ഭംഗിയുണ്ടെന്ന് നീന പറയുമ്പോൾ, സുന്ദരിയാക്കാൻ കഷ്ടപ്പെട്ട അധ്വാന വർഗത്തിന് ഇവിടെ അഭിനന്ദനങ്ങളൊന്നുമില്ലേ എന്ന് കനിയും കൗണ്ടർ അടിക്കുന്നുണ്ട്. നന്നായിട്ടുണ്ട് കനി, ഫോട്ടോസൊക്കെ അയക്കണേ എന്ന് നീന പറയുമ്പോൾ, ഓക്കെ ബായ് പറഞ്ഞ് അവർ കോൾ കട്ട് ചെയ്യുക. അപ്പോഴേക്കും കല്യാണ വീട്ടിലേക്ക് ഹൽദി ഡ്രസ്സൊക്കെ ഇട്ട് എല്ലാവരും എത്തിയിരുന്നു.
കമലാക്ഷി ടീച്ചറും സുനിയും ഒക്കെ വന്നിട്ടുണ്ട്. നമ്മുടെ സാരി ഉടുത്തിട്ട് പെണ്ണിന്റെ താലികെട്ടെന്നും പറഞ്ഞുകൊണ്ട് മേരിക്കുട്ടി ടീച്ചർ കല്യാണ സാരി വീണയ്ക്ക് കൊടുക്കുന്നുണ്ട്. ഇത് കണ്ട് സാധാരണ ചെറുക്കൻ കൊടുക്കുന്ന സാരിയല്ലേ കല്യാണത്തിന് ഉടുക്കാറ് എന്ന് കമലാക്ഷി ടീച്ചർ ചോദിക്കുമ്പോൾ, അമ്പലത്തിൽ വെച്ച് താലി കെട്ടുമ്പോൾ ഞാൻ കൊടുക്കുന്ന സാരി ഉടുക്കും, ഓഡിറ്റോറിയത്തിലെ ചടങ്ങിന് സന്തോഷ് കൊടുത്ത പുടവയെടുക്കും എന്ന് മേരിക്കുട്ടി ടീച്ചർ പറയണ കേട്ട് ഇതൊന്നും ഇഷ്ടപ്പെടാതെ മേരിക്കുട്ടി ടീച്ചറെ കളിയാക്കിക്കൊണ്ട്, ഭാഗ്യം അവിടെയെങ്കിലും ഉടുക്കുമല്ലോ, അല്ലെങ്കിൽ പയ്യന്റെ മാനം പോയേനെ എന്ന് സുനി പറയണ കേട്ട് ഓരോന്ന് പറഞ്ഞ് ഡിഗ്നിറ്റി കളയണ്ട എന്ന് രഹസ്യമായി സുനിയുടെ അടുത്ത് വന്ന് മേരിക്കുട്ടി ടീച്ചർ ഉപദേശിക്കുന്നുണ്ട്. ഇത് കാണുന്ന കമലാക്ഷി ടീച്ചർ, മേരിക്കുട്ടി ടീച്ചറെ നാവിൽ വരുന്നത് പറഞ്ഞില്ലെങ്കിൽ പുള്ളി ഗ്യാസ് തട്ടി നിൽക്കുന്ന പോലെ ഒരു ഏണക്കേടാ അല്ലേ സുനി എന്ന് സുനിയോട് ചോദിക്കുമ്പോൾ, ടീച്ചറെ പറയേണ്ടത് പറയേണ്ട സമയത്ത് തന്നെ പറയണം എന്നും പറഞ്ഞുകൊണ്ട് സുനി കണ്ണറ്റിങ്കര സ്കൂൾ വക ഒരു ഗിഫ്റ്റ് വീണയ്ക്കായി കൊടുക്കുക. വീണ അത് വാങ്ങി കല്ലുവിൻ്റെ അടുത്ത് കൊടുത്ത് രഹസ്യമായി, കല്ലൂസേ എനിക്ക് അമ്മയൊന്ന് കാണണം, അമ്മയുടെ അനുഗ്രഹം വാങ്ങണം, നീ എന്താ വഴിന്നൊന്ന് നോക്ക് എന്ന് വീണ പറയുമ്പോൾ സ്റ്റെയറിലും പരിസരത്തുമൊക്കെ ആൾക്കാരുണ്ട്. കുഞ്ഞ് എങ്ങോട്ട് മാറിയാലും ആൾക്കാർ ശ്രദ്ധിക്കും എന്ന് കല്ല് പറയുമ്പോൾ, നീ എന്തെങ്കിലും ഒരു വഴി ആലോചിക്ക് കല്ലു, നോക്കട്ടെ എന്ന് കല്ല് പറയുമ്പോഴേക്കും വല്യമാമയും അങ്ങോട്ട് വന്ന് എല്ലാവർക്കും ദക്ഷിണ കൊടുക്കാനായി കുഞ്ഞിയോട് പറയുന്നുണ്ട്. കുഞ്ഞി എല്ലാവർക്കും ദക്ഷിണ കൊടുത്ത് അനുഗ്രഹം വാങ്ങണം, നാളെ രാവിലെ ഇതൊന്നും നടക്കുകയില്ല, എല്ലാവരും മണ്ഡപത്തിലായിരിക്കും എന്ന് പറയുമ്പോഴേക്കും ഒരു താലത്തിൽ വെറ്റിലയുമായി റജിയും വരുന്നുണ്ട്. വല്യമാമ ഒരു വെറ്റില എടുത്ത് കുഞ്ഞിയുടെ കയ്യിൽ കൊടുത്ത്, ആദ്യ ദക്ഷിണ സരസ്വതിക്ക് തന്നെ കൊടുക്കു കുഞ്ഞി എന്ന് പറയണ കേട്ട് കുഞ്ഞി വല്ലാതാവുന്നുണ്ട്. ജീവിച്ചിരിക്കുന്ന അമ്മയ്ക്ക് മരിച്ചതുപോലെ സങ്കല്പിച്ച് ദക്ഷിണ കൊടുക്കേണ്ടി വരുന്നതോർത്ത് അത് വേണോന്ന് അവൾ വല്യമാമയോട് ചോദിക്കുക. അതെന്ത് ചോദ്യ കുഞ്ഞി, സരസ്വതി ഇല്ലേലും അവൾക്കല്ലേ ആദ്യ ദക്ഷിണ കൊടുക്കേണ്ടത് എന്നൊന്നും അറിയാത്ത വല്യമാമ ചോദിക്കുമ്പോൾ ടീച്ചർ ജീവിച്ചിരിക്കുന്നതറിയാവുന്ന മേരിക്കുട്ടി ടീച്ചറും കല്ലുവും ഒക്കെ വല്ലാതാവുന്നുണ്ട്. അതറിയാവുന്ന രാധയും മഹേഷവും പരസ്പരം നോക്കുന്നുണ്ട്. വല്യമാമയുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ ഉത്തരം പറയാനാവാതെ വീണ വേറൊരു വഴിയുമില്ലാതെ അമ്മയുടെ ഫോട്ടോയ്ക്ക് മുന്നിലേക്ക് ദക്ഷിണയുമായി പോവുക. അവൾ അമ്മയെ സങ്കല്പിച്ച് നന്നായി പ്രാർത്ഥിച്ച് ടീച്ചർ അമ്മയുടെ ഫോട്ടോയ്ക്ക് മുന്നിൽ ദക്ഷിണ വയ്ക്കുമ്പോഴേക്കും മോളിലത്തെ അടച്ചിട്ട റൂമിൽ ഒരു മയക്കത്തോടെ കട്ടിലിരിക്കുന്ന ടീച്ചർ അമ്മ ഞെട്ടി എഴുന്നേൽക്കുന്നുണ്ട്. പിന്നീട് അവൾ വല്യമാമയ്ക്ക് ദക്ഷിണ കൊടുത്ത് അനുഗ്രഹം വാങ്ങുമ്പോൾ നല്ലതേ വരൂന്ന് പറഞ്ഞ് വല്യമാമ അവളെ അനുഗ്രഹിക്കുന്നുണ്ട്. അപ്പോഴേക്കും കല്ല് വീഡിയോ കോൾ ചെയ്തിട്ട് ടീച്ചറമ്മയുടെ ഇരട്ട സഹോദരി ലക്ഷ്മി വീഡിയോ കോളിൽ വരുന്നുണ്ട്. എന്താ പരിപാടി, എനിക്ക് കൂടാൻ പറ്റിയില്ല, എല്ലാവരും ഉണ്ടല്ലോ എന്ന് ലക്ഷ്മി ചോദിക്കുമ്പോഴേക്കും വല്യമാമ കോൾ വാങ്ങി, ലച്ചുവിൻ്റെ അനുഗ്രഹം വാങ്ങാനായി വിളിച്ചതാ, നീയാണല്ലോ ഇനി അവളുടെ അമ്മയുടെ സ്ഥാനത്ത് എന്ന് ശിവരാമേട്ടൻ പറയണ കേട്ട്, എന്നോട് ഇമാതിരി ഫോർമാലിറ്റീസ് ഒന്നും വേണ്ടല്ലോ മോളെ, എൻ്റെ അനുഗ്രഹം നിനക്ക് എപ്പോഴുമുണ്ട് എന്നവൾ പറയണ കേട്ട്, ഒക്കെ ഒരു ചടങ്ങല്ലേ ലച്ചു എന്ന് ശിവരാമേട്ടനും പറയാ. അതെ ഏട്ടാ, വിവാഹം മംഗളമായി നടക്കട്ടെ, ഞാനൊപ്പമുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് ലച്ചു കോൾ വയ്ക്കുക. ഇതൊന്നും നമ്മുടെ രാധയ്ക്കും രേണുവിനും മഹേഷിനും ഒന്നും അത്ര പിടിക്കുന്നില്ല. അപ്പോഴേക്കും വീണ മേരിക്കുട്ടി ടീച്ചറുടെ അടുത്തേക്ക് ദക്ഷിണ കൊടുക്കാനായി ചെല്ലുന്നുണ്ട്. അവളുടെ ഈ പ്രവൃത്തി കണ്ട് മനസ്സു നിറയുന്ന മേരിക്കുട്ടി ടീച്ചർ, എൻ്റെ മോളാ നീ എന്ന് പറഞ്ഞുകൊണ്ട് സന്തോഷത്തോടെ അതിലേറെ സ്നേഹത്തോടെ വീണയെ ചേർത്ത് പിടിക്കുക. ഇതെല്ലാം കണ്ട് വല്യമ്മയുടെയും മനസ്സ് നിറയുന്നുണ്ട്. പിന്നീട് അവൾ രാധയുടെയും വിഷ്ണുവിൻ്റെയും മഹേഷിൻ്റെയും രേണുവയുടെയും ഒക്കെ അനുഗ്രഹം വാങ്ങിക്കുന്നുണ്ട്. ഇതിനൊന്നും കഴിയാതെ ടീച്ചറമ്മ അവിടെ വിഷമത്തോടെ തൻ്റെ കട്ടിലിരിപ്പാ. അവിടെ വീണയുടെ റൂമിൽ വീണയുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു ടീച്ചർ വീണയുടെ വിശേഷങ്ങളൊക്കെ ചോദിച്ചുകൊണ്ട് നിൽപ്പുണ്ട്. ഈ സാരി നന്നായി ഇണങ്ങുന്നുണ്ട്, ജുവൽസൊക്കെ കുറച്ചുകൂടി ഇടായിരുന്നു എന്നവർ പറയുമ്പോൾ, ഇത് നമ്മുടെ സ്കൂളിലെ മിഥുൻ സാർ ഗിഫ്റ്റ് തന്നെയാ, പിന്നെ ജുവൽസ് ഒന്നും എനിക്ക് അത്ര വലിയ താല്പര്യമില്ല എന്ന് പറയുമ്പോഴേക്കും കനിയും റൂമിലോട്ട് വരിക. അപ്പോഴാ ടീച്ചർ യാത്ര പറഞ്ഞു പോകുമ്പോൾ, ഇനിയുമുണ്ടോ ഇതുപോലെ രസകരമായ ടാസ്കുകളെന്ന് കനി വീണയോട് ചോദിക്കുന്നുണ്ട്. തീരുമ്പോൾ വേറെ പണി തരാം, നീ കുപ്പിയിൽ നിറങ്ങിയ ഭൂതമാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് നീ മോളി ചേച്ചിയെ കണ്ടോന്ന് ചോദിക്കുക. വീട്ടിലെ പഴയ ജോലിക്കാരി മോളി ചേച്ചിക്കായി വീണ വാങ്ങിയ കല്യാണ സാരി കൊടുക്കാൻ പോയതായിരുന്നു നമ്മുടെ കനി. മോളി ചേച്ചിയെ കണ്ടു, നേരിട്ട് തന്നെ കൊടുക്കുകയും ചെയ്തു. പിന്നെ വീണക്കുട്ടി തന്ന സാരി ഉടുത്ത് കല്യാണത്തിന് വരണമെന്നും പറഞ്ഞു. അവരുറപ്പും തന്നിട്ടുണ്ട്. മോളി ചേച്ചിയുടെ വീട്ടിലേക്ക് ചെല്ലാമെന്ന് പറഞ്ഞു വിളിച്ചപ്പോഴാ ചേച്ചി ഏതോ കാറ്ററിംഗ് യൂണിറ്റിലാണ് ജോലി ചെയ്യുന്നതെന്ന് പറഞ്ഞത്. പിന്നെ ഇന്നു വന്നാൽ നാളെ ലീവ് എടുക്കാൻ പറ്റില്ലത്രേ, അതാ ഞാൻ നിന്നോട് കൊണ്ടുപോയി കൊടുക്കാൻ പറഞ്ഞത് എന്ന് വീണ പറയുമ്പോൾ സാരി കൊടുത്തപ്പോൾ മോളി ചേച്ചിയുടെ കണ്ണൊന്ന് നിറഞ്ഞു. പാവടി, ഒത്തിരി സന്തോഷമായി അതിന് എന്ന് കനിയും പറയുന്നുണ്ട്. അപ്പോൾ വീണ കണ്ണാടിയിലേക്ക് തിരിഞ്ഞ് തൻ്റെ സാരിയൊക്കെ റെഡിയാക്കാനായി നോക്കുന്നത് കണ്ട്, നീ ഈ സാരി ഉടുത്തോണ്ടാണോ ഹൽദിക്കിരിക്കാൻ പോകണേന്ന് കനി ചോദിക്കുക. ഈ സാരിക്ക് എന്താ കുഴപ്പം, എല്ലാവരും പറഞ്ഞല്ലോ നല്ല ഭംഗിയുണ്ടെന്ന്. സാരിയൊക്കെ അടിപൊളി തന്നെ, പക്ഷേ ഈ ഹൽദിക്ക് സാരി ഉടുത്തോണ്ടിരിക്കുന്നത് ഇത്തിരി ക്രിഞ്ചല്ലേ എന്ന്
എന്ന് കനി ചോദിക്കുമ്പോൾ എനിക്ക് ഈ ഹൽദി തന്നെ ക്രിഞ്ചാ. ഈ രേണുവേടത്തിയുടെ ഓരോ കോപ്രായങ്ങൾ ഞാനൊന്നുമില്ല ഹൽദിക്ക് എന്ന് വീണ പറയണ കേട്ട് എടി അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ അവരെല്ലാം സെറ്റാക്കിയിട്ട് എന്ന് കനി പറയുമ്പോൾ നീ ഒന്ന് പോയേ എന്നും പറഞ്ഞുകൊണ്ട് വീണ ആ റൂമിൽ നിന്ന് പുറത്തിറങ്ങി പോവുക. എന്തേലും ആവട്ടെ എന്നും പറഞ്ഞുകൊണ്ട് കനി ചെന്ന് കണ്ണാടിക്ക് മുന്നിൽ നിന്ന് ഒരു പൊട്ടെടുത്ത് വെച്ച് തൻ്റെ സൗന്ദര്യമൊക്കെ ആസ്വദിച്ച് ക്യൂട്ടി ലുക്ക് അറ്റ് ഡാൻസ് എന്നും പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് വട്ടം കറങ്ങുക. രേണുവാണേൽ അവിടെ തളത്തിൽ ഓടിക്കളിക്കുന്ന കാവ്യയുടെ ഋതുക്കുട്ടൻ്റെ പിറകെ തൻ്റെ ക്യാമറയുമായി ഓടി നടക്കുന്നുണ്ട്. അവരോടിച്ചെന്ന് തളത്തിലെ കൈവരിലിരിക്കുന്ന കല്ലുവിൻ്റെ അടുത്തിരിക്കുക. എങ്ങനെയും കുറച്ചു കഴിഞ്ഞ് നിങ്ങൾ ആ വീണയെ പന്തലിലോട്ടൊന്ന് എത്തിക്കണം, അതിൻ്റെ അകത്തൊക്കെ നല്ല വിഷ്വൽസ് ആയിരിക്കും എന്ന് രേണു പറയണ കേട്ട് കുഞ്ഞിയെ ഞങ്ങൾ സെറ്റാക്കി തരാം, പക്ഷേ ഇതെല്ലാം കഴിഞ്ഞിട്ട് വാങ്ങിത്തരാമെന്ന് പറഞ്ഞ കുഴിമന്തിയുടെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല എന്ന് കാവ്യ പറയുമ്പോൾ അതൊക്കെ ഞാൻ വാങ്ങിച്ചു തരാം, ഞാൻ പറഞ്ഞ വീണ കേൾക്കത്തില്ല, കാര്യം നിങ്ങൾ സെറ്റാക്കണം എന്ന് രേണു പറയുമ്പോൾ ഹൽദിയുടെ കാര്യം ഞങ്ങൾ കുഞ്ഞിയോട് സൂചിപ്പിച്ചു, കുഞ്ഞിയാണേലും ഒട്ടും അടുക്കുന്നില്ല എന്ന് കല്ല് പറയുമ്പോൾ രേണുവിന് ആകെ വിഷമമാവുന്നുണ്ട്. നിങ്ങൾ വിചാരിച്ചാലേ എന്തെങ്കിലും നടക്കൂ പ്ലീസ് എന്ന് രേണു വീണ്ടും പറയുമ്പോൾ ഇത്രയും ചെയ്യുന്നതിന് മന്തി മാത്രം നഷ്ടമാണേ, എന്നാൽ പിന്നെ ഒരു അൽഫാം കൂടി സെറ്റാക്കി തരാം, എല്ലാം ഒന്ന് സെറ്റാക്കി തരണേ, കുറച്ച് വീഡിയോസ് കൂടി എടുക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് രേണു അവിടെ നിന്ന് എണീറ്റ് പോവുക. കുഞ്ഞിയെ വിളിച്ചോണ്ട് വരാമെന്ന് പറഞ്ഞ് കല്ലു അവിടെ നിന്ന് എണീറ്റ് പോവുക. കല്ലു വീണയെ കൊണ്ടുവന്ന് തളത്തിലെ കൈവരിയിൽ ഇരുത്തുമ്പോൾ അപ്പുറത്തെ സൈഡിലായി വീണ സമ്മതിക്കുന്നുണ്ടോയെന്ന് ശ്രദ്ധിച്ചുകൊണ്ട് രേണുവും അവിടെ തൻ്റെ ക്യാമറയുമായി നിൽപ്പുണ്ട്. കുട്ടി പട്ടാളങ്ങളെല്ലാം കൂടി കുഞ്ഞിയെ ഹൽദിക്കായി നിർബന്ധിക്കുന്നുണ്ട്. പ്ലീസ് കുഞ്ഞാ, ഞങ്ങളുടെ പൊന്നു കുഞ്ഞയല്ലേ, വെറുതെ ഒന്ന് ഇരുന്ന് തന്നാ മതി എന്ന് കാവ്യ പറയുമ്പോൾ നിന്നെയൊക്കെ എങ്ങനെ നമ്പുവെടിയെന്ന് വീണ ചോദിക്കുന്നുണ്ട്. ഹൽദി എന്ന് പറഞ്ഞ് ആരെങ്കിലും കുഞ്ഞയുടെ മുഖത്ത് ഇത്തിരി മഞ്ഞൾ തേച്ചാ ദേഷ്യപ്പെടരുത് എന്ന് കല്ലുവും പറയുന്നുണ്ട്. കാര്യങ്ങളൊക്കെ കുറച്ച് കളർഫുൾ ആക്കാനാ പ്ലീസ് കുഞ്ഞാ എന്ന് കല്ല് ചോദിക്കുമ്പോൾ ഓവർ ആക്കരുത് പറഞ്ഞുകൊണ്ട് വീണ അതിന് സമ്മതിക്കുന്നുണ്ട്. കല്ലു അപ്പോൾ അപ്പുറത്ത് ഇതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് നിൽക്കുന്ന രേണുവിനെ നോക്കി ചിലര് കുറച്ച് ഓവർ ആയാലും കുഞ്ഞ് അവരെ അടിക്കരുത്, എല്ലാം ഒരു ഓളത്തിന് വേണ്ടിയല്ലേ, പ്ലീസ് കുഞ്ഞാ ഇന്നത്തേക്കൊന്ന് ക്ഷമിക്കു കുഞ്ഞാ എന്നൊക്കെ കല്ലു പറയുമ്പോൾ വീണ അതിന് സമ്മതിക്കുക. ഇത് കേൾക്കുന്ന രേണു സന്തോഷത്തോടെ ഡ്രസ്സിൻ്റെ കാര്യം വീണയോട് പറയാനായി കല്ലുവിനോട് ആംഗ്യം കാണിക്കുന്നുണ്ട്. ഇത് കേൾക്കുന്ന കല്ലു കുഞ്ഞാ എൻ്റെ കയ്യിലൊരു അടിപൊളി ഡ്രസ്സുണ്ട്, ആ ഡ്രസ്സ് കുഞ്ഞിക്ക് നന്നായിട്ട് ചേരും എന്ന് പറയുമ്പോൾ അതൊന്നും വേണ്ട, മിഥുൻ സാറ് തന്ന ഈ സാരിക്ക് നല്ല അഭിപ്രായ, പിന്നെ ഇതിനി എന്തു ചെയ്യും എന്ന് വീണ ചോദിക്കുമ്പോൾ അപ്പോൾ ഞാൻ പറഞ്ഞാൽ കുഞ്ഞ് കേൾക്കില്ലേ എന്ന് പറയുമ്പോൾ വീണ മൈൻഡ് ചെയ്യാതിരിക്കണ കണ്ട് അമ്മമ്മയ്ക്ക് ഞാൻ ഇന്നൊന്നും കൊടുക്കൂല എന്ന് രഹസ്യമായി പറഞ്ഞിട്ട് കല്ലു പിണങ്ങിയിരിക്കുക. ഇത് കണ്ട് വീണ എല്ലാത്തിനും സമ്മതിക്കുന്നുണ്ട്. എൻ്റെ വ്ളോഗിന് വേണ്ടതെല്ലാം കിട്ടിയതിൻ്റെ സന്തോഷത്തിൽ രേണു അവിടെ തുള്ളിച്ചാടുന്നുണ്ട്. ഇത്രയുമാണ് ഇന്നത്തെ വിശേഷങ്ങൾ. നാളെ ടീച്ചർ അമ്മയുടെ വീട്ടിലെ ഹൽദി വിശേഷങ്ങളുമായി കാണാം. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.